ഹലോ നമസ്കാരം. നാളത്തെ മഴതോരും മുമ്പയുടെ അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് അലീന ആരാണെന്നുള്ള സത്യം തുറന്ന് പറഞ്ഞേക്കുകയാണ്. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളും പിന്നെ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നതും മനു ഇവരെ കാണാൻ വരുന്നതും ആ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളും അലീനയെ കൂട്ടിയിട്ടാണ് ബാലചന്ദ്രൻ ഒരു റിസോർട്ടിൽ താമസിക്കുന്നത് എന്ന് അറിയാൻ ഇടയാവുകയാണ് വൈജയന്തി. അപ്പോൾ അതറിയുമ്പോൾ ഉണ്ടാകുന്ന വൈജയന്തിയുടെ റിയാക്ഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റോറി പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള വഴക്ക് തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്ക് ആകെ സങ്കടം വരുന്ന വെച്ചാൽ എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി, എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല, മടുത്തുപോയി, അത്രയും പ്രശ്നങ്ങളാണ് വീട്ടിൽ എന്ന് പറയുമ്പോൾ അച്ഛനാണോ മോളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ അമ്മയെ തോൽപ്പിക്കാനും അച്ഛനെ ജയിക്കാനായിട്ട് അമ്മയും ഇങ്ങനെ വാശി പിടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് വീട്ടിലൊരു സമാധാനമുള്ളത്? അച്ഛൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അച്ഛൻ ഒരുപാട് മാറിപ്പോയി, അമ്മ ഇങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷെ അച്ഛന് ഒരുപാട് മാറിപ്പോയല്ലോ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ അച്ഛൻ്റെ ഭാഗത്താണ് ഫുള്ള് തെറ്റ് എന്നാണോ മോള് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല, കൃഷ്ണമോള് പറയുന്നുണ്ട്, അങ്ങനെയല്ല അച്ഛാ, എന്നാലും ഇതിന് എന്താണ് ഒരു അവസാനം, എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് മാറാൻ പോകുന്നത്? അലീന ചേച്ചിയെ പറ്റിയല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ചേച്ചിയെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ആകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അച്ഛനൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും കൃഷ്ണമോളോട് പറയും. അത് കേട്ടിട്ടും കൃഷ്ണയ്ക്ക് മനസ്സിലാവുന്നില്ല, അലീനയുടെ കാര്യമാണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛാ അലീന ചേച്ചിയല്ലേ ഇപ്പോഴത്തെ പ്രശ്നം, അലീന ചേച്ചിയെ പറഞ്ഞയച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം സോൾവ് ആവില്ലേ എന്ന് പറയാട്ടോ. അപ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത്, അലീന ആരാണെന്ന് വെച്ചിട്ടാണ് നിൻ്റെ അമ്മ 23 വർഷങ്ങൾക്ക് മുൻപ് പ്രസവിച്ച് തള്ളി മറ്റെല്ലാവരും കൂടി ചേർന്ന് ഓർഫനേജിൽ കൊണ്ടുപോയി കളഞ്ഞ ആ കുഞ്ഞാണെന്ന് ഇപ്പോൾ വളർന്ന് വലുതായി നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലീന എന്ന് പറയുമ്പോൾ ആകെ ഷോക്കായിട്ട് പോവുകയാണ് ബാലചന്ദ്രൻ. ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട്. കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, ഇനി നീ പറ, ഞാൻ എന്താണ് വേണ്ടത്, അലീനയെ ഞാൻ പറഞ്ഞയക്കണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ വിവരം അറിഞ്ഞു എന്ന് നിൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഞാനിത് അറിഞ്ഞതായിട്ട് അവളോട് പറഞ്ഞ പിന്നെ എനിക്കും അവളുടെ മുന്നിൽ അവളുടെ കൂടെ ജീവിക്കാൻ തീരെ ഒരു സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ ഇനി എന്താ വേണ്ടത്? അലീനയെ ഞാൻ തെരുവിലേക്ക് വലിച്ചെറിയണോ എന്ന് ചോദിക്കുകയാണ്. നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്, അതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ കൃഷ്ണമോള് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ടച്ചാ, ആരെയും ഒന്നും അറിയിക്കുകയും വേണ്ട, അലീന ചേച്ചി എങ്ങോട്ടും പറഞ്ഞയക്കുകയും വേണ്ട എന്ന് പറയാണ്. പക്ഷേ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ആക്കാനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? എനിക്കിനി ചേച്ചിയെ, എൻ്റെ സ്വന്തം ചേച്ചിയാണല്ലോ അലീന ചേച്ചി, ഇനി ചേച്ചിയെ ഞാൻ എങ്ങോട്ടേക്കും പറഞ്ഞയക്കത്തില്ല, ചേച്ചിയെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം, അച്ഛൻ ചെയ്തത് തന്നെയാണ് ശരി, അച്ഛൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരിയുള്ളത്, അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാ തെറ്റുകളും സംഭവിച്ചേക്കുന്നത്. പക്ഷേ ഇനി എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് കയറുമെന്നാണ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മോളെ, എന്താ വേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയണം. ഇപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസമുണ്ട്, ഞാൻ എൻ്റെ വിഷമം ഒരാളോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും, അലീനയെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്നൊന്നും എനിക്ക് ഇപ്പോൾ അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തണം എന്ന് പറയണം. അപ്പോൾ കൃഷ്ണയ്ക്കും തന്നെ എല്ലാം കൂടി കേട്ടപ്പോൾ ആകെ വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വാ നമുക്ക് കിടക്കാം, ഇനി മോൾ ഒരുപാട് വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാട്ടോ. അങ്ങനെ ഒരു റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അലീന നല്ല ഉറക്കമാണല്ലോ. അപ്പോൾ അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണമോള്. എൻ്റെ ചേച്ചിയാണല്ലേ അച്ഛാ ഇത്, എൻ്റെ സ്വന്തം ചേച്ചിയാണല്ലേ അച്ഛാ, ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ ചേച്ചിയാണെന്ന്, ചേച്ചിക്ക് അറിയാമായിരുന്നു അല്ലേ ഞാൻ സ്വന്തം അനിയത്തിയാണെന്ന്, അങ്ങനെയല്ലേ ചേച്ചി എല്ലാവരും സ്നേഹിച്ചത്, എന്നിട്ടും രോഹിയേട്ടൻ എന്തൊക്കെ ദുഷ്ടത്തരാണ് അച്ഛാ ചെയ്തേക്കുന്നത് ചേച്ചിയോട്, എന്തൊക്കെ മഹാപാപമാണ് ചെയ്തേക്കുന്നത് ഈശ്വര, ഇതൊക്കെ എങ്ങാനും രോഹിയേട്ടൻ ഇനി സത്യം അറിയുമ്പോൾ എന്തായിരിക്കും രോഹിയേട്ടൻ്റെ അവസ്ഥ? അമ്മ എന്തൊക്കെ ദുഷ്ടത്തരം ചേച്ചിയോട് ചെയ്തിട്ടുണ്ട് അച്ഛാ, എങ്ങനെ ചേച്ചി ഇതൊക്കെ സഹിക്കുന്നു എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോള്.
അതിനൊക്കെ അവൾക്ക് നല്ല മനഃശക്തി ഉണ്ട് മോളെ. കാരണം അവളെ വളർത്തിയിരിക്കുന്നത് ബ്രിജിത്ത മമ്മിയാണ്. ആ സ്ത്രീ വളർത്തിയതിൻ്റെ ഗുണമാണ് അവൾക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങളുടെ അമ്മയാണ് അവളെ എങ്ങാനും വളർത്തിയിരുന്നെങ്കിൽ ഇതുപോലുള്ള ഇത്രയും മനക്കരുത്തും തൻ്റെയുടെ ഒന്നും അവൾക്ക് കിട്ടത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾ ബോൾഡായിട്ട്, അവൾ നല്ല തൻ്റെടിയായിട്ട് നല്ലൊരു നന്മയുള്ള മകളായിട്ട് വളരാൻ കാരണം ആ ബ്രിജിത്താമ്മയാണ് എന്നിങ്ങനെ പറയാണ് ബാലചന്ദ്രൻ കൃഷ്ണയോടും. അങ്ങനെ വാ മോള് കിടക്ക്, ഒരുപാട് ലേറ്റായില്ലേ, ഇനി ഉറങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണ അലീനയോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ അലീനയെ കാണുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ ഇങ്ങനെ കൂടി വരിക കേട്ടോ. തൻ്റെ സ്വന്തം ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയാണ് എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ അലീനയെ കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഇതിങ്ങനെ നോക്കി കാണുന്നുണ്ട്. അയാൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നീട് ബാലചന്ദ്രനും കൂടി കിടന്ന് ഉറങ്ങുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു വിരളി പിടിച്ചിങ്ങനെ നടക്കുക കേട്ടോ. ഇങ്ങനെ കൂട്ടിലിട്ട വെരുകിനെ പോലെ എന്ന് പറയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് വൈജയന്തി ഇപ്പോൾ ഉള്ളത്. കാരണം ബാലചന്ദ്രൻ കൃഷ്ണമോളെയും കൂട്ടിയിട്ട് പോയേക്കാണ്. ഒരു അറിവുമില്ല, എങ്ങോട്ട് പോയി എന്നൊന്നും അറിയത്തില്ല. അലീനയും കാണാനില്ല, അലീനയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി ബാലചന്ദ്രനെങ്ങാനും അലീനയും കൂട്ടിയും കൊണ്ടാണോ വല്ലയിടത്തും പോയി നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് വൈജയന്തിക്ക് വരുന്നത്. വൈജയന്തി രാവിലെ തന്നെ രാജീവിനെ വിളിക്കുക കേട്ടോ. രാജീവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, രാജീവേട്ട എന്തെങ്കിലും വിവരം കിട്ടിയോ, എങ്ങോട്ടാ പോയതെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ഇങ്ങനെ വറീഡാവണ്ട വൈജയ്, കൃഷ്ണ പോയേക്കുന്നത് അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ, അവൾക്കൊന്നും സംഭവിക്കത്തില്ല, എനിക്ക് അതല്ല രാജീവേട്ട പേടി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? അതല്ല ബാലചന്ദ്രൻ ഇനി അവളെയും കൂട്ടിയും കൊണ്ടായിരിക്കുമോ പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതിന് സാധ്യതയൊന്നുമില്ല, അവൾ എപ്പോഴേ ബസ് കയറി പോയിട്ടുണ്ടാകും എന്ന് പറയണം. ഇനി അങ്ങനെയല്ലെങ്കിൽ എറണാകുളത്ത് പോയിട്ടാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ, നമ്മൾ ഇത്രയൊക്കെ അപമാനിച്ച് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി ഇറക്കി വിട്ടതല്ലേ, ഇനി ഒരിക്കലും അവൾ അയാളുടെ കൂടെ വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ബാലചന്ദ്രൻ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അലീനയെ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അലീന ഒരിക്കലും അയാളുടെ കൂടെ പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് പറയണം. അപ്പോൾ വൈജയ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം ഇവിടെ നിന്ന് പോകാമെന്ന് സമ്മതിച്ച ആൾ ചാവി വാങ്ങിക്കാൻ വേണ്ടി മുകളിൽ പോയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴെ വന്നിട്ട് ഞാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ സ്ഥിതിക്ക് ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അലീനയെ മനസ്സ് മാറ്റിയിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അലീനയും കൂട്ടിയും കൊണ്ടായിരിക്കും പോയിട്ടുണ്ടാകുക. ഒരു കാര്യം ചെയ്യുക രാജീവേട്ട, ഒന്ന് മനുവിനോട് പറ, ഒന്ന് വിളിച്ചു നോക്കാൻ, അല്ലെങ്കിൽ എറണാകുളത്തേക്കൊന്ന് വിളിച്ചു നോക്കാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മനുവിൻ്റെ അടുത്ത് പറയാം, നീ ഒന്ന് ക്ഷമിക്കും, നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മനു ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നതാണ്. ആ സമയത്ത് രാജീവ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി, നീ ബാലചന്ദ്രനെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വിളിച്ചായിരുന്നു കൊച്ചച്ച, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ് എന്ന് പറയാണ്. ആ അലീന എറണാകുളത്ത് എത്തിയതിന് വല്ല തെളിവുണ്ടോ, നിനക്ക് എറണാകുളത്തെ നമ്പറോ മറ്റോ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്പറൊക്കെ എനിക്കറിയാം, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു, പക്ഷേ അലീന എറണാകുളത്ത് എത്തിയിട്ടില്ല എന്ന് പറയാണ്. എറണാകുളത്ത് എത്തിയിട്ടില്ലേ, പിന്നെ അവളിത് എവിടെ പോയി? എനിക്കറിയാൻ പാടില്ല എവിടെ പോയി എന്നുള്ളത്. അങ്കിളിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല, അങ്കിൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയ പ്രശ്നമില്ലേ, ഇനി ഇതിനൊരു പരിഹാരം കണ്ടിട്ട് കൊച്ചച്ഛൻ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയണം മനു. അപ്പോൾ അത് കേട്ടപ്പോൾ രാജീവിന് വല്ലാതെ ഫീൽ ആവുന്നുണ്ടോ. കാരണം ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയില്ല. അലീനയെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് പോകും, അതോട് കൂടിയിട്ട് വൈജയ്ക്ക് സമാധാനവും അത്രേ വിചാരിച്ചുള്ളൂ. പക്ഷേ കൂടെ ബാലചന്ദ്രനും ഇറങ്ങിപ്പോയി, കൃഷ്ണമോളും പോയി. ഇനിയിപ്പോൾ അവർ എപ്പോൾ വരും, എവിടെയാണ് എന്നൊന്നും അറിയാത്തതിൻ്റെ ഒരു ടെൻഷനാണ്. അങ്ങനെ അങ്ങോട്ട് മാറിപ്പോവാണ് മനോട്ട്. അവൻ അത്രയും സംസാരിച്ചതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അലീന എഴുന്നേറ്റ് നോക്കുമ്പോൾ ബാലചന്ദ്രൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് പുറത്ത് പോയിരിക്കുന്നത് ഇങ്ങനെ കാണുക കേട്ടോ. അപ്പോൾ അലീന എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ കൃഷ്ണമോള് തന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുന്നത്. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അലീന അവളെ പതുക്കെ കൈയൊക്കെ മാറ്റിയിട്ട് പതുക്കെ എഴുന്നേറ്റിട്ട് തിരിഞ്ഞ് കിടന്നിട്ട് അവളുടെ നെറുകയിലൊക്കെ തലോടിക്കൊണ്ട് അവൾക്ക് നെറ്റിയിലൊക്കെ ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ. തൻ്റെ സ്വന്തം അനിയത്തിയാണെന്ന് അലീനയ്ക്ക് അറിയാം, പക്ഷേ ഇപ്പോൾ കൃഷ്ണയ്ക്കും അറിയാം. കൃഷ്ണയ്ക്ക് അറിയാമെന്നുള്ളത് അലീനയ്ക്ക് അറിയില്ല. അപ്പോൾ നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മെല്ലെ അലീന അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വാഷ്റൂമിലേക്ക് പോയി ഫ്രഷ് ആയതിനു ശേഷം കോഫി ഉണ്ടാക്കുകയാണ്. കെറ്റിലിൽ കോഫി ഉണ്ടാക്കിയിട്ട് ബാലചന്ദ്രനും കൂടി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ആ പുറത്തേക്ക് ചെന്നിട്ട് അവിടെ രണ്ടുപേരും കൂടെ കോഫി കുടിക്കാൻ ആ സമയത്ത് അലീനയോട് പറയുന്നുണ്ട്, അലീന നീ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അലീന അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, നമ്മളിവിടെ ഇങ്ങനെ റിസോർട്ടിൽ എത്ര ദിവസം താമസിക്കും, വീട്ടിലേക്ക് പോവണ്ടേ, സാറിന് വീട്ടിലേക്ക് പോവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടേക്ക് പോകും, ഇനി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ഇറക്കി വിട്ടത് എന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. ഞാൻ പൊക്കോളാം, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം, സാറിന് വീട്ടിലേക്ക് തിരിച്ചു പോകാമല്ലോ, കൃഷ്ണമോൾക്കാണെങ്കിലും വിഷമമില്ലേ എന്ന് പറയുമ്പോൾ ആ കൃഷ്ണമോളുടെ കാര്യമൊന്നും നീ പറയണ്ട, അവൾക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും, നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ പോവുള്ളൂ, അല്ലാതെ നിന്നെ മറ്റൊരിടത്തേക്ക് ആക്കിയിട്ട് പോകാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയണം. ആ സമയത്ത് കൃഷ്ണമോൾ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എഴുന്നേൽക്കുന്ന സമയത്ത് റൂമിൽ ഇങ്ങനെ ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ പുറത്തിരുന്ന് ബാലചന്ദ്രനും അലീനയും സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുകയാണ് കൃഷ്ണമോൾ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല സാർ ഞാൻ പൊക്കോളാം, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ നീ എവിടെയും പോകുന്നില്ല, നീ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കും, എൻ്റെ മൂത്ത മകളായിട്ട്, എൻ്റെ മറ്റു മക്കൾക്കുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശവും നിനക്ക് ആ വീട്ടിലുണ്ട്, അവിടെ നീ എൻ്റെ മകളായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് അലീനയോട് ബാലചന്ദ്രൻ. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും അലീന പറയുന്നുണ്ട്, എന്നാലും ഞാൻ സാറിൻ്റെ കാരുണ്യത്തിലാണ്, ഇനി എൻ്റെ ജീവിതം സാറിൻ്റെ കാരുണ്യത്തിലാണ്, പക്ഷേ എന്നാലും മറ്റെല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് അവരുടെ അനിഷ്ടം വാങ്ങി വെച്ചിട്ട് ഇനി അവിടെ ഇങ്ങനെ താമസിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ നീയും ഉണ്ടാകും, എൻ്റെ കൂടെ നീയും ഉണ്ടാവണം മോളെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട്, കൃഷ്ണമോൾ എഴുന്നേറ്റോ നോക്കട്ടെ, ഞാൻ അവൾക്ക് ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണമോൾ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണ കേട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണ ഒന്നും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് അലീന ചായ ഉണ്ടാക്കിയും കൊണ്ട് കൃഷ്ണയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കൃഷ്ണൻ്റെ കണ്ണൊക്കെ കണ്ട് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് അലീനയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്, മോൾ എന്തിനാ വിഷമിക്കുന്നത്, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിക്കോളും എന്ന് പറയണം. ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആവും, ഞാൻ പോയിക്കോളാം, മോളൊന്ന് സാറിനോട് പറ എന്ന് പറയാണ് അലീന. ഇല്ല ചേച്ചിയെ ഞാൻ എങ്ങോട്ടേക്കും വിടില്ല, ചേച്ചി എൻ്റെ ചേച്ചിയാണ്, എൻ്റെ സ്വന്തം ചേച്ചിയാണ്, ഞാൻ എങ്ങോട്ടേക്കും വിടത്തില്ല ചേച്ചി ഇനി ഞങ്ങളെ വിട്ട് പോവാതിരുന്നാൽ മാത്രം മതി, എന്തിനാ ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയാണ്. അലീനയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ആ സമയത്താണ് ബാലചന്ദ്രൻ ഫോൺ ഓൺ ആക്കുന്നത്. അങ്ങനെ ആ സമയത്ത് മനുവിൻ്റെ കോള് വരിക കേട്ടോ. രാവിലെ തന്നെ മനുവിൻ്റെ കോള് വരികയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പറ മനു എന്താണെന്ന് ചോദിക്കുമ്പം അങ്കിൾ ഇത് എവിടെയാണ്, എങ്ങോട്ടാണ് പോയേക്കുന്നത്, അങ്കിളിൻ്റെ കൂടെ അലീനയുണ്ടോ, അലീന എറണാകുളത്തേക്ക് എത്തിയിട്ടില്ല, അങ്കിൾ എവിടെയാണ്, അങ്കിളുടെ കൂടെ അലീന ഉണ്ടെന്ന് എനിക്കറിയാം, അങ്കിൾ എവിടെയാണ് പോയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എവിടെയാണെങ്കിൽ എന്താ മനു, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണം. അത് പറ്റില്ല അങ്കിളെ, എനിക്ക് കാണണം, അങ്കിളിനെ കാണണം, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ തനിച്ചു വരും എന്നുണ്ടെങ്കിൽ, നീ മറ്റാരെയും കൂട്ടാതെ തനിച്ചു വരും എന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ പറയാം എന്ന് പറയുന്നുണ്ട്. ഇല്ല അങ്കിളെ, ഞാൻ ആരെയും കൂട്ടില്ല, ഞാൻ മാത്രം വരാം, അങ്കിൾ ലൊക്കേഷൻ പറ എന്ന് പറയുമ്പോൾ എന്നാൽ നീ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, വഴിയിൽ ഞാൻ പറഞ്ഞു തരണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം. അങ്ങനെ മനു എന്നാൽ ഞാൻ വരാം അങ്കിളെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മനു റിസോർട്ടിലേക്ക് എത്തുന്നതാണ്. മനു റിസോർട്ടിലേക്ക് എത്തുന്ന സമയത്ത് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾക്കുള്ള 1-2 ഡ്രസ്സ് കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കൊന്ന് മാറി എടുക്കണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സില്ലല്ലോ. അപ്പോൾ അതും വാങ്ങിച്ചിട്ടാണ് മനു വരുന്നത്. അങ്ങനെ മനു വന്നിട്ട് റൂമിലേക്ക് കയറി ചെല്ലാൻ പറയുന്നുണ്ട്. അപ്പോൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ അലീനയും കൃഷ്ണയും അതുപോലെ ബാലചന്ദ്രനും കൂടെ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. എന്താ അങ്കിളെ ഇതൊക്കെ, നിങ്ങൾ എന്തൊക്കെ ഈ ചെയ്തു കൂട്ടുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ആവാനാണ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ മനു. ഈ പ്രശ്നം എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ആക്കും എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അലീനയെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നം തൽക്കാലം ഒന്ന് മാറത്തില്ലായിരുന്നോ, ഈ പ്രശ്നം ഒന്ന് സോൾവ് ആവത്തില്ലായിരുന്നോ, അങ്കിളൊന്ന് മനസ്സ് വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് അലീനയെ നമുക്ക് ഒന്ന് തണുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരാം എന്നിങ്ങനെ പറയണം. അതൊന്നും നടക്കില്ല മോനെ, അലീനയെ എങ്ങോട്ടേക്കും പറഞ്ഞയക്കാൻ പറ്റില്ല. ദേ കൃഷ്ണയോട് ചോദിച്ചു നോക്ക് അലീനയെ അവൾ പറഞ്ഞയക്കുമോ എന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മനു ഇങ്ങനെ കൃഷ്ണയെ നോക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, ചേച്ചിയെ എങ്ങോട്ടേക്കും പറഞ്ഞയക്കില്ല, ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ജീവിക്കും, ഞങ്ങളുടെ ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയാണ്, ഞങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ ചേച്ചിയും ജീവിക്കും എന്ന് പറയാണ്. ചേച്ചി ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും വീട്ടിലേക്ക് ചെല്ലുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാനും ചെല്ലില്ല എന്ന് പറയാണ്
കൃഷ്ണ. അത് കേട്ടപ്പോൾ മനുവിന് എന്തോ സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറയാമെന്ന് പറയുമ്പോൾ, ഒക്കെ ഞാൻ പറയാം മനു, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അലീനയും കൂടി കൂട്ടിയിട്ട് വരുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കിളൊന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്ക് ഇത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മനു ബാലചന്ദ്രനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിളെ ശരിക്കും പ്രശ്നം? ഇപ്പോൾ കൃഷ്ണയും പറയുന്നു അലീനയെ പറഞ്ഞേക്കത്തില്ലെന്ന്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ചെയ്യുക? ഇനിയിപ്പോൾ അലീനയും കൂടിയിട്ട് എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും? ആൻറ്റിയോടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? കൊച്ചച്ഛനാണെങ്കിൽ കൊല്ലാനും റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കണം. ഇങ്ങോട്ട് വരാൻ പറ കൊല്ലാനായിട്ട്, ഞാൻ നിന്ന് കൊടുക്കാം, എൻ്റെ മക്കളെ ഞാൻ ഇട്ട് കൊടുക്കാം. വിട്ടു കൊടുക്കത്തില്ല, ഞാൻ അലീനയെ ഞാൻ വിട്ടു കൊടുക്കത്തില്ല, അലീന എൻ്റെ മോളാണ്, എൻ്റെ കൂടെ ഞാൻ ചേർത്ത് നിർത്തും എന്നൊക്കെ പറയുമ്പോൾ, അങ്കിളെ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് അങ്കിൾ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഈ കാര്യം ആരോടെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അത് നിന്നോട് മാത്രമാണ് മനു, അല്ലാതെ എനിക്ക് മറ്റൊരാളോട് തൽക്കാലം ഇത് പറയാൻ പറ്റത്തില്ല. എനിക്ക് നിന്നോട് ഷെയർ ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ല. എൻ്റെ മാനസികാവസ്ഥ അറിഞ്ഞ് എന്നോടൊപ്പം നിൽക്കുന്നവനാണ് നീ. സത്യത്തിൻ്റെ കൂടെ, നീതിയുടെ കൂടെ മാത്രമേ നീ നിൽക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അതേ അങ്കിൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്തെങ്കിലും ഒരു നീതി ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് എന്ന് പറയാണ് മനു. എന്നാൽ നീ ഒരു കാര്യം കേൾക്കണം മനു, ചതിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഇപ്പോൾ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, വഞ്ചിക്കപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് പറയാട്ടോ. എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയണത്? വഞ്ചിക്കപ്പെട്ടോന്നോ? എങ്ങനെ? സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് മനു നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, അതെ, നിനക്കറിയാലോ നിൻ്റെ ആൻറ്റി കുറേ നാൾ ആഗ്രയിലായിരുന്നു താമസിച്ചിരുന്നതെന്ന്. നിൻ്റെ ആൻറ്റി വിവാഹം കഴിക്കാനായിട്ട് ഞാൻ ഒരുപാട് പുറകെ നടന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ നിനക്കറിയാലോ. ആഗ്രഹിച്ച് മോഹിച്ചാണ് ഞാൻ വിവാഹം കഴിച്ചത്, പക്ഷേ അതൊരു വഞ്ചനയുടെ മേലുള്ള വിവാഹമായിരുന്നു. ഒരിക്കലും നിൻ്റെ ആൻറ്റിക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ല, ഇപ്പോഴും അതെ അപ്പോഴും അതെ എന്ന് പറയാട്ടോ. അങ്കിൾ എന്തൊക്കെയാണ് പറയണത്? ആൻറ്റിക്ക് ഇഷ്ടമില്ലാതാണോ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്? 3 മക്കളും ആയില്ലേ എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ഓരോ സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. വിവാഹം കഴിച്ചു പോയില്ലേ, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ തെളിച്ച് പറ എന്ന് പറയുമ്പോൾ, അങ്കിൾ അന്ന് 2 ദിവസം മാറി നിന്നു വീട്ടിൽ നിന്ന്. എവിടെയായിരുന്നു അങ്കിൾ പോയത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോയത് വേറെ എവിടെയായിരുന്നില്ല മനു, നീലഗിരിയിലായിരുന്നു, ഗംഗേട്ടൻ്റെ അടുത്തേക്ക് എന്ന് പറയാട്ടോ. ഗംഗാധര വല്യച്ഛൻ്റെ അടുത്തേക്കോ? എന്നിട്ട് വല്യച്ഛൻ അതൊന്നും പറഞ്ഞില്ലല്ലോ? പറയില്ല, അവർക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാട്ടോ. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് സ്വന്തം പെങ്ങളുടെ വഞ്ചനയെക്കുറിച്ച് അവർ മറച്ചു വെച്ച കാര്യം അവരെങ്ങനെ തുറന്ന് പറയും? അവിടേക്ക് ഞാൻ ചെന്നിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം അങ്കിൾ, എന്താന്ന് വീണ്ടും മനു ഇങ്ങനെ ചോദിക്കുമ്പോൾ, അവിടെ വെച്ച് നിൻ്റെ ആൻറ്റി ഒരു പ്രണയത്തിൽ ആവുകയും അതിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ എല്ലാവരും കൂടി ഓർഫനേജിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയട്ടോ. അങ്കിൾ എന്തൊക്കെയാണ് പറയണത്? ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, സത്യമല്ലാത്ത കാര്യം ഞാൻ പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഉറപ്പിക്കാനാണ് ഞാൻ നീലഗിരിയിൽ പോയത്, അവരത് സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയാണ്. അത് കേട്ടിട്ട് മനു ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിളെ അതും അലീനയും തമ്മിൽ എന്താണ് ബന്ധം? അലീനയുടെ ഓർഫനേജിലാണോ ആ കുഞ്ഞിനെ അവർ ഏൽപ്പിച്ചിരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അലീനയുടെ ഓർഫനേജിൽ തന്നെയാണ് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്നത്. അതുമാത്രമല്ല, നിൻ്റെ മുത്തശ്ശൻ അവിടെ വളർത്താൻ ഏൽപ്പിച്ച ആ കുഞ്ഞാണ് അലീന എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് ആകെ ഷോക്കാവുകയാണ് മനു പറയുന്നുണ്ട്, അങ്കിളെ ഇതെന്തൊക്കെയാണ് പറയണത്? അലീന വൈജി ആൻറ്റിയുടെ മകളാണെന്നോ? അതേ മനു, നിൻ്റെ വൈജി ആൻറ്റി പ്രസവിച്ച മകളാണ് അലീന. അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയുടെയും സഹോദരങ്ങളുടെയൊക്കെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയണം. ഇത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് മനു. അങ്ങനെ മനുവിൻ്റെ അടുത്തും ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ സ്റ്റോറി. എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.